ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഏത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോഴും പ്രധാനമായും നമ്മൾ പറയേണ്ട 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നു അല്ലേ? പ്രൈമറി സെക്സ് ഓർഗൻ, ദെൻ ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻസ് ഉണ്ടെങ്കിൽ അത്, ആൻഡ് ദ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും പഠിക്കാനുള്ളത്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സിമിലർ ടു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതിൻ്റെ ലൊക്കേഷനും പെൽവിക് റീജിയനിൽ തന്നെയാണ്. ഇറ്റ് ഇസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. പെൽവിക് റീജിയനിൽ തന്നെയാണ് ഇതും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നൗ പെൽവിക് റീജിയനിലിരിക്കുന്ന ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിലേക്ക് കടക്കുകയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ. ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫീമെയിൽ ഗൊനാഡ് അല്ലേ, ഓവറീസ് ആണ്. ഒരു പെയർ ഓവറിയാണ് ഉണ്ടാവുക. എന്തിനാണ് ഓവറി എന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, എന്തിനാണ് ഓവറി? ഓവറിക്ക് 2 ഫങ്ഷൻസ് ആണുള്ളത്. ഓവറിയുടെ 2 ഫങ്ഷൻസിൽ ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ദ ഫീമെയിൽ ഗ്യാമീറ്റ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഓവം, ഒന്ന് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ സെക്കൻഡ് വൺ, രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്, ഫീമെയിൽ സെക്സ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏതാണ് ഈ ഫീമെയിൽ സെക്സ് ഹോർമോൺസ്? ഫീമെയിൽ സെക്സ് ഹോർമോൺസ് 2 എണ്ണമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ദ ഫസ്റ്റ് വൺ ഈസ് ഈസ്ട്രോജൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൊജസ്റ്റിറോൺ. സോ ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോണിനെയും പ്രൊഡ്യൂസ് ചെയ്യണം, ഓവത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ എവിടെയാണ് ഓവറി ഇരിക്കുന്നത്? വേർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്? ഈച്ച് ഓവറി ഈസ് ലൊക്കേറ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ യൂട്രസ്. യൂട്രസിൻ്റെ 2 സൈഡിലായിട്ട് പെൽവിക് റീജിയനിൽ തന്നെയാണ് ഓവറി സ്ഥിതി ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ, വിത്തിൻ ദ പെൽവിക് റീജിയൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. പെൽവിക് റീജിയൻ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൽ പ്രൈമറി സെക്സ് ഓർഗനിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ പൗച്ച് കോൾഡ് സ്ക്രൂട്ടം അല്ലേ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ദ ഫീമെയിൽ primary sex organ is located within the abdominal cavity in the pelvic region. ഇനി അത് പെൽവിക് റീജിയനിൽ എങ്ങനെ നിൽക്കുന്നു, ഹൗ ഈസ് ഇറ്റ് അറ്റാച്ച്ഡ് എന്നുള്ളതാണ് പിന്നെ പറയേണ്ടത്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എങ്ങോട്ട്? പെൽവിക് വാളിലേക്ക്. ആൻഡ് ടു ദ യൂട്രസ്, യൂട്രസിൻ്റെ വാളിലേക്കും യൂട്രൈൻ വാളിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു യൂസിങ് ലിഗമെൻറ്റ്സ്. അപ്പോൾ ആ ലിഗമെൻസിൻ്റെ സഹായത്തോടുകൂടി അതിൻ്റെ യഥാസ്ഥാനത്ത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലിഗമെൻറ്റ്സ് ഉപയോഗിച്ച്, സോ ഇങ്ങനെ ഓർക്കുക, ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് region of the abdominal cavity attached to the uterine wall and the pelvic wall using ligaments. Okay, now to its dimension. and dimensions ആണ് പിന്നെ പറയേണ്ടത്. ഡയമെൻഷൻ പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആകെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ലെങ്ത് മാത്രമാണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ഈച്ച് ഓവർ ഈസ് അപ്രോക്സിമേറ്റ്ലി 2 to 4 centimeter long. 2 to 4 centimeter long ലെങ്ത് ഉള്ള 2 സ്ട്രക്ചേഴ്സാണ് ഈ ഓവറീസ്. ഓക്കെ, നൗ ഓരോ ഓവറിയെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു അനാട്ടമിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് കടക്കാം. സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറിയുടെ ഒരു ഔട്ടർ കവറിങ്. ഓവറി ഹാസ് ആൻ ഔട്ടർ കവറിങ്. ദറ്റ് ഔട്ടർ കവറിങ് ഈസ് ദ എപ്പിത്തീലിയം. ഒരു എപ്പിത്തീലിയം ഉണ്ട്. ഈ എപ്പിത്തീലിയം കൂടാതെ ഈ എപ്പിത്തീലിയത്തിൻ്റെ അകത്ത് വരുന്ന മുഴുവൻ സാധനത്തെയും കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുക ഒവേറിയൻ സ്ട്രോമ എന്നാണ്. ഓവറിയുടെ സ്ട്രോമ. ഈ ഒവേറിയൻ സ്ട്രോമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒവേറിയൻ സ്ട്രോമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഔട്ടർ റീജിയനെ, ദ ഔട്ടർ റീജിയൻ ഈസ് കോൾഡ് കോർട്ടെക്സ്.
നമ്മൾ അഡ്രിയൽ ഗ്ലാൻഡൊക്കെ +1 പഠിച്ച സമയത്ത് പഠിച്ച പോലെ തന്നെ ഔട്ടർ റീജിയൻ, അതുപോലെ കിഡ്നി പഠിച്ച സമയത്ത് പഠിച്ച പോലെ തന്നെ ഔട്ടർ റീജിയൻ ഈസ് കോൾഡ് ദ കോർട്ടെക്സ് ആൻഡ് ദ ഇന്നർ റീജിയൻ ഈസ് കോൾഡ് ദ മെഡുല. ഇന്നർ റീജിയൻ ഈസ് കോൾഡ് ദ മെഡുല. അപ്പോൾ ഓവറിയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് എപ്പിത്തീലിയൽ കവറിംഗ് വിച്ച് എൻക്ലോസസ് ആൻ ഓവേറിയൻ സ്ട്രോമ. ദ ഓവേറിയൻ സ്ട്രോമ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, 2 ഭാഗങ്ങൾ, ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ റിമെമ്പർ, ഈ ഒവേറിയൻ സ്ട്രോമയുടെ കോർട്ടെക്സ് റീജിയണിൽ, കോർട്ടെക്സ് വരുന്ന ഭാഗത്ത് there are clusters of cells. സെൽ ക്ലസ്റ്റേഴ്സിനെ കാണാം. സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള സെല്ലുകൾ കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ഈ സെല്ല് കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സെല്ലുകളെ നമ്മൾ ഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽ എന്നാണ് വിളിക്കുക. ഈ ഗ്രാനുലോസ സെല്ല് കൊണ്ടുണ്ടാക്കിയ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്നത് ഒവേറിയൻ ഫോളിക്കിൾ എന്നാണ്. സോ ഒവേറിയൻ സ്ട്രോമയിൽ എന്തുണ്ട്? ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ദർ വിൽ ബി എ ഡെവലപ്പിംഗ് ഓവം. അതിനകത്ത് എന്തുണ്ടാവും? ഒരു ഡെവലപ്പ് ചെയ്തു വരുന്ന ഓവം ഉണ്ടാവും. സോ ദീസ് സ്ട്രക്ചേഴ്സ് ആർ ആക്ച്വലി കോൾഡ് ഒവേറിയൻ ഫോളിക്കിൾസ്. ദേ ആർ കോൾഡ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഈ ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാവും എവിടെ ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാകുക? ദീസ് ഒവേറിയൻ ഫോളിക്കിൾസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ കോർട്ടെക്സ് റീജിയനിൽ ഇത്തരത്തിലുള്ള ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാവും. എന്തായിരുന്നു ഒവേറിയൻ ഫോളിക്കിളിൻ്റെ പ്രത്യേകത? ഒവേറിയൻ ഫോളിക്കിളിനകത്ത് ദർ വിൽ ബി എ ഡെവലപ്പിംഗ് ഓസൈറ്റ്. സോ ഇങ്ങനെയുള്ള എത്ര ഫോളിക്കിൾസ് ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി, ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഒരു ഫീമെയിലിൻ്റെ ഫീറ്റൽ ലൈഫിൽ തന്നെ ഇത്തരത്തിലുള്ള ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ് പറയുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് ഏകദേശം കപ്പിൾ ഓഫ് മില്യൺ, എന്ന് വെച്ചാൽ മില്യൺ കണക്കിന് ഇത്തരത്തിലുള്ള ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ആ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്തുള്ള ആ ഇനീഷ്യലി ഫോംഡ് ഫോളിക്കിൾസിനെ നമ്മൾ വിളിക്കുക പ്രൈമറി ഫോളിക്കിൾ എന്നാണ്. പ്രൈമറി ഫോളിക്കിൾ. ഒരു പെൺകുട്ടി ജനിച്ച് മെച്യൂർ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറി ഫോളിക്കിൾസിൽ ഒരു ഭൂരിഭാഗവും നശിച്ചു പോകും. മില്യൺസ് ഉണ്ടായി, പക്ഷേ ആ ഫീമെയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജനിച്ച് പ്യൂബർട്ടിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഒരു 60,000 to 80,000 എണ്ണം ബാക്കിയുണ്ടാവും. 60,000 മുതൽ 80,000 എണ്ണം ഒഴികെ ബാക്കിയൊക്കെ നശിച്ചു പോകും. ആ നശിച്ചു പോകുന്ന പ്രോസസ്സിനെ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കാൻ സാധ്യതകളുണ്ട്, ഞാൻ പറയാം. ഇറ്റ് ഈസ് കോൾഡ് ഫോളിക്കുലാർ അട്രേഷ്യ എന്നാണ് അതിനെ വിളിക്കുക. അട്രേഷ്യ. ഓക്കെ, അട്രേഷ്യ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ പോലും ഓർത്ത് വെക്കുക. ഡീജനറേഷൻ ഓഫ് ദ ഫോളിക്കിൾസിനെ നമ്മൾ അട്രേഷ്യ എന്ന് വിളിക്കുക. അങ്ങനെ അട്രേഷ്യ സംഭവിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫോളിക്കിൾസ് ഉണ്ടല്ലോ, ആ ഫോളിക്കിൾസിൽ ഒരു ഫീമെയിലിൻ്റെ നമുക്കറിയാം ഹ്യൂമൻ സെക്ഷൽ സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിളാണ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഒരു സെക്ഷൽ സൈക്കിളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്സ് ഇൻ ടു ഇറ്റ്സ് നെക്സ്റ്റ് സ്റ്റേജ്. അത് നമ്മൾ ആ ഡെവലപ്മെൻറ്റ് നമ്മൾ സബ്സിക്വൻറ്റ് ടോപ്പിക്സിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരുകൾ മാത്രം പറയാം. ദിസ് പ്രൈമറി ഫോളിക്കിൾ, വൺ ഓഫ് ദ പ്രൈമറി ഫോളിക്കിൾ വിൽ ഡെവലപ്പ് ഇൻ ടു എ സെക്കൻഡറി ഫോളിക്കിൾ. ഒരു പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും? 60,000 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 80,000 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം, ഒരു സെക്ഷൽ സൈക്കിളിൻ്റെ സമയത്ത് അതിൽ ഒരെണ്ണം എന്തായിട്ട് മാറും? സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. ആൻഡ് ദിസ് സെക്കൻഡറി ഫോളിക്കിൾ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് നെക്സ്റ്റ് സ്റ്റേജ് കോൾഡ് ടെറിഷറി ഫോളിക്കിൾ. അത് പിന്നീട് എന്തായിട്ട് മാറും? ടെറിഷറി ഫോളിക്കിളായിട്ട് മാറും. ടെറിഷറി ഫോളിക്കിൾ. Okay, follicle, FOLLICLE, okay, follicle. And this tertiary follicle will develop into the most mature form called Graafian follicle. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് മെച്ചുവേർഡ് ഒവേറിയൻ ഫോളിക്കിൾ. ഈ ഒവേറിയൻ ഫോളിക്കിൾസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞ പ്രൈമറി ആകട്ടെ, സെക്കൻഡറി ആകട്ടെ, ടെറിഷറി ആകട്ടെ, ഗ്രാഫിയൻ ആകട്ടെ, ദീസ് ഫോളിക്കിൾസ് വിൽ സെക്രീറ്റ് ഈസ്ട്രജൻ. ഈ ഫോളിക്കിൾസാണ് ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുക. അതിൽ തന്നെ ഈസ്ട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഒരു ഫീമെയിലിൻ്റെ ബോഡിയിൽ എപ്പോഴാണോ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോം ചെയ്യുന്നത് ആ സമയത്തായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പ്രസൻസ് എപ്പോഴാണുള്ളത് ആ ഡ്യൂറേഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ ഫീമെയിലിൻ്റെ ബോഡിയിൽ സെക്രീറ്റ് ആവുക. എന്നാൽ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള ഓവം ഏകദേശം അതിൻ്റെ മെച്യൂർ ഫോമിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് LH നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ല്യൂട്ടിനൈസിങ് ഹോർമോൺ LH പ്രൊഡ്യൂസ്ഡ് ബൈ ദ
ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ, LH ആൻഡ് FSH പഠിച്ചിട്ടുള്ളതാണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ല്യൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ആകുമ്പോൾ ദിസ് ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ റപ്ചർ, അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലല്ലേ ഓവം ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓവം വിൽ ബി റിലീസ്ഡ് ഔട്ട്, ആ ഓവം പുറത്തേക്ക് പോകും. ദ പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഓവുലേഷൻ എന്ന് വിളിക്കും. അങ്ങനെ ഓവുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഓവമാണ് പുറത്തേക്ക് പോയത് അല്ലേ. ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ ഡെവലപ്പ് ഇൻ ടു എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ശ്രദ്ധിക്കുക, ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പേര് LHന് വരാൻ തന്നെ കാരണം ഈ കോർപ്പസ് ലൂട്ടിയത്തെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയത്തെ ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് കോർപ്പസ് ലൂട്ടിയം വിൽ സ്റ്റാർട്ട് ടു സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ പ്രൊജസ്ട്രോണിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോളിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ഫോളിക്കിൾസ് പൊട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഇങ്ങനെ ഓർക്കുക, ഫോളിക്കിൾസ് പൊട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതേസമയം പൊട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലുള്ള ഫോളിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫോളിക്കിളിൻ്റെ ഉള്ളിലാണ് ഓവം ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഓവം ഈ ഫോളിക്കിൾ പൊട്ടുന്നതോടുകൂടി പുറത്തേക്ക് വരുന്നു. ദ പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻസ് ആണല്ലോ പറഞ്ഞത്. പ്രൊഡക്ഷൻ ഓഫ് ഓവം പുറത്തേക്ക് വന്നില്ലേ, അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓവറിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഡെവലപ്പിംഗ് ഓവം ഉണ്ട്. ആ ഓവറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഓവത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും മാറ്റം വരും. ആ ഫോളിക്കിൾ ഏറ്റവും മെച്ചറാകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളായി. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്ന സമയം വരെ അത് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുക ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാകുന്ന സമയത്താണ്. LH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുമ്പോൾ ഓവം പുറത്തേക്ക് പോവും. ദ പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. ഓവുലേഷൻ നടന്നതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള ഓവം പുറത്തേക്ക് പോയി. അപ്പോൾ ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം വിൽ സ്റ്റാർട്ട് ടു സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. ഈ കോർപ്പസ് ലൂട്ടിയത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം LHനെ ല്യൂട്ടിനൈസിങ് ഹോർമോൺ, ല്യൂട്ടിയമാക്കി മാറ്റുന്ന ആളെന്നുള്ള നിലക്കുള്ള പേര് കൊടുത്തിട്ടുണ്ടാവുക. ഒരു കാര്യം ഓർക്കുക, 14 ദിവസം 14 ഡേയ്സ് ഓൾമോസ്റ്റ് 14 ഡേയ്സ് ഓടുകൂടി എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ഡേയ്സ് കഴിയുമ്പോഴേക്കും ദിസ് കോർപ്പസ് ലൂട്ടിയം വിൽ ഡീജനറേറ്റ്. അങ്ങനെ ഡീജനറേറ്റ് ആയി കഴിഞ്ഞാൽ ദിസ് കോർപ്പസ് ലൂട്ടിയം വിൽ ഫോം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് വെച്ചാൽ ഒരു വെളുത്ത സ്കാർ, ഒരു മുറിപ്പാട് പോലെ വെളുത്ത പുള്ളിയായിട്ട് അത് മാറിപ്പോവും. എന്ന് വെച്ചാൽ ഇയാൾ ഫോം ചെയ്യുന്നതോടുകൂടെ എന്ന് വെച്ചാൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നതോടുകൂടെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇനിയും പ്രൊജസ്ട്രോൺ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയും പ്രൊജസ്ട്രോൺ ഉണ്ടാകണമെങ്കിൽ അടുത്ത പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവണം, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറി ആവണം, ടെർഷ്യറി ഫോളിക്കിൾ ഗ്രാഫിയൻ ആവണം, ഗ്രാഫിയൻ പൊട്ടുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും, അപ്പോൾ പ്രൊജസ്ട്രോൺ ഉണ്ടാവും. 14 ദിവസം കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും വീണ്ടും. സോ ഇതാണ് ശരിക്കും ഫീമെയിലിൻ്റെ സെക്ഷൽ സൈക്കിളിൽ നടക്കുന്ന ഓവറിൻ്റെ ഉള്ളിലുള്ള ഇവൻറ്റ്സ്. അപ്പോൾ ഞാനിത് ഇത്രയും ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഓവറിൻ്റെ ഉള്ളിലുള്ളത്, എന്തൊക്കെയാണ് ഓവറി ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടോ? ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് മനസ്സിലാകുന്നത്, ആ മനസ്സിലാകുന്നത് വരെ എന്നെ റീവൈൻഡ് അടിക്കാം. നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ബട്ടൺ, നിങ്ങൾക്ക് എന്നെ റീവൈൻഡ് അടിക്കാം, വീണ്ടും ലിസൺ ചെയ്യാം. ഓക്കെ, സോ ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, NCERTയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഈച്ച് ഓവറി കൺസിസ്റ്റ് ഓഫ് developing an ovarian cluster of cells called ovarian follicles. Ovarian follicles consist of a centrally placed ovum. ഒരു centrally placed ovum ഉണ്ട്. ആ ഓവം ഡെവലപ്പിംഗ് ഓവമാണ്. അതിൽ മെച്ചർ ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളാണ്. അത് പൊട്ടുമ്പോൾ ഓവം പുറത്തേക്ക് പോരും, ഓവുലേഷൻ, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ആവും. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ മൊത്തത്തിൽ പഠിച്ചിരിക്കുന്നു. So that is about the primary sex organ. Coming to the next one is the accessory duct. Accessory ductലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ accessory duct of the female reproductive system consist of a pair of oviduct. ഓവിഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തെ കളക്ട് ചെയ്യുന്ന ഒരു ട്യൂബുലാർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവിഡക്റ്റ് എന്ന് വിളിക്കുക. നമ്മളതിനെ ഫെലോപ്പിയൻ ട്യൂബ് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിന് 3 ഭാഗങ്ങളുണ്ട്. ദർ ആർ 3 പാർട്സ് ഫോർ ദ ഓവിഡക്റ്റ് ഓർ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, അപ്പോൾ പാർട്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം.
ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓവിഡക്റ്റിൻ്റെ ഓവറിയോട് ചേർന്ന് വരുന്ന ഭാഗം ഒരു ഫണൽ ഷേപ്ഡ് പോർഷനാണ്, ഒരു ഫണൽ പോലെയാണ് ഇരിക്കുന്നത്. ദിസ് ഫണൽ ഷേപ്ഡ് പോർഷൻ ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. ഓക്കെ, ഇൻഫണ്ടിബുലം കഴിഞ്ഞാൽ പിന്നെ ഒരു വീതി കൂടിയ ഭാഗമാണ്. ദിസ് വൈഡർ പോർഷൻ ഈസ് കോൾഡ് ആംബുല. ദ വൈഡർ പോർഷൻ ഈസ് കോൾഡ് ആംബുല. വൈഡർ പോർഷൻ ഈസ് കോൾഡ് ആംബുല. ആംബുല കഴിഞ്ഞാൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു നാരോ പോർഷനാണ്. ദിസ് നാരോ പോർഷൻ ഈസ് കോൾഡ് ഇസ്തുമസ്. അപ്പോൾ 3 ഭാഗങ്ങൾ ഓവിഡക്റ്റിനുണ്ട്. ഓവിഡക്റ്റിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻഫണ്ടിബുലം, രണ്ടാമത്തത് ആംബുല, മൂന്നാമത്തത് ഇസ്തുമസ്. അപ്പോൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനത്തെ 2 ഓവിഡക്റ്റുകളുണ്ട് അല്ലേ? 2 ഓവിഡക്റ്റുകളുണ്ട്. ആ 2 ഓവിഡക്റ്റിനും ഇത്രയും ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫണ്ടിബുലം, ആംബുല, ഇസ്തുമസ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവിഡക്റ്റിൻ്റെ ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന ഭാഗത്ത് യു ക്യാൻ സീ സർട്ടൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ദീസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ കോൾഡ് ഫിംബ്രിയെ. ദേ ആർ കോൾഡ് ഫിംബ്രിയെ. ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഫിംബ്രിയാണ് ഇവിടുന്ന് ഓവറിയിൽ നിന്ന് റിലീസാകുന്ന ഓവത്തെ കൃത്യമായി ഓവിഡക്റ്റിലേക്ക് എടുക്കുന്നത് ഈ ഫിംബ്രിയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. ശ്രദ്ധിക്കുക, ഈച്ച് ഓവിഡക്റ്റ് ഈസ് അബൌട്ട് 10 to 12 cm ലോങ്. ഓവിഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവിഡക്റ്റ് ഏകദേശം 10 to 12 cm ലോങ് ആണ്. ഓവിഡക്റ്റ് ഈസ് അബൌട്ട് 10 to 12 cm ലോങ്. ഇത് കഴിഞ്ഞാൽ the next part of the accessory ducts include the uterus or womb. Uterus is a ഇൻവേർട്ടഡ് പിയർ. ഒരു പിയർ ഫ്രൂട്ട് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചെങ്കിൽ ഉണ്ടാവും. ആ ഷേപ്പിലാണ് യൂട്രസ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്, തല കുത്തനെ വെച്ചൊരു പിയർ പോലെ. സോ ഈ ഇൻവേർട്ടഡ് പിയർ ഷേപ്പിലുള്ള യൂട്രസിൻ്റെ പ്രത്യേകത, അതിനുമുണ്ട് 3 ഭാഗങ്ങൾ, 3 പാർട്സ്. ഈ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 പാർട്സ് ഇൻക്ലൂഡ് the upper portion is called fundus. Okay, the middle portion is called body, and the lower portion called neck of the uterus is called cervix. അപ്പോൾ യൂട്രസിൻ്റെ 3 ഭാഗങ്ങൾ ചോദിച്ചാൽ എക്സാമിന് ചോദിക്കുമ്പോൾ 3 parts of the uterus is fundus, body and cervix. ഓക്കെ, അതേസമയം യൂട്രസിൻ്റെ വാളിന് 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, യൂട്രസിൻ്റെ വാളിന് 3 ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിനെ നമ്മൾ 3 ലെയേഴ്സിനെയും പഠിക്കാനുണ്ട് നമുക്ക്. ആ 3 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂട്രസിൻ്റെ വാളിൻ്റെ 3 ലെയേഴ്സിൽ ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ വിളിക്കുക പെരിമെട്രിയം എന്നാണ്. പെരിമെട്രിയത്തിൻ്റെ പ്രത്യേകത ഔട്ടർ ലെയറാണ്. ഈ ഔട്ടർ ലെയറിലേക്കാണ് ഇത് പെൽവിക് റീജിയനിലാണുള്ള യൂട്രസ് ഇരിക്കുന്നത്. പെൽവിക് റീജിയനിലാണ്. അപ്പോൾ പെൽവിക് റീജിയനിൽ ഇരിക്കുന്ന യൂട്രസിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ലിഗമെൻറ്റ്സ് വേണം. അപ്പോൾ ആ ലിഗമെൻറ്റ്സ് യൂട്രസിൻ്റെ എവിടേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലിഗമെൻറ്റ്സ് ആർ അറ്റാച്ച് ടു ദ പെരിമെട്രിയൻ ലെയർ ഓഫ് ദ യൂട്രൈൻ വാൾ. കമ്മിങ് ടു ദ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയർ, ദ മിഡിൽ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം. The middle layer is called myometrium. എന്താണ് മയോമെട്രിയം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. എന്തിനാണ് സ്മൂത്ത് മസിൽ വെച്ച് ഈ മയോമെട്രിയത്തെ ഉണ്ടാക്കിയത്? സ്മൂത്ത് മസിൽ വെച്ച് മയോമെട്രിയത്തെ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസിനകത്ത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ ഇതിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യണ്ടേ.
പുറത്തേക്ക് എക്സ്പെൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ യൂട്രസിനകത്തുള്ള വോളിയം കുറയണം. അപ്പോൾ ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്രസിന് കോൺട്രാക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ മസ്കുലാർ ലെയർ ആൻഡ് ദാറ്റ് മസ്കുലാർ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം. The third one, the innermost layer which is a blood-filled layer. ഒരു blood-filled layer ആണ് innermost layer and that is called the endometrium. ശ്രദ്ധിക്കേണ്ട കാര്യം 3 layers ആണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. 3 പാർട്സ് ആണ് ഫണ്ടസ്, ബോഡി, സെർവിക്സ്. ഞാനിത് വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം എക്സാമിന് സാധാരണഗതിയിൽ വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ യൂട്രസ് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ കുട്ടികൾ ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം ഇത് 3 എഴുതി വെക്കും. ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 3 layers ഓഫ് ദ യൂട്രൈൻ വോളാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. 3 പാർട്സ് ഓഫ് ദ യൂട്രസ് ആണ് ഫണ്ടസ്, ബോഡി ആൻഡ് സെർവിക്സ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഡക്റ്റ് സിസ്റ്റത്തിൽ വരുന്ന 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഓവിഡക്റ്റ്, രണ്ടാമത്തത് യൂട്രസ് അല്ലെങ്കിൽ വൂംബ്. ഇതിൻ്റെ പാർട്സും നമ്മൾ കൃത്യമായി ലേബൽ ചെയ്തു. മൂന്നാമത്തേത് ദ തേർഡ് വൺ ഈസ് ദ വജൈന. വജൈനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വജൈനയിലേക്കാണ് സെമൻ റിലീസാകുക. ദിസ് പോർഷൻ ഈസ് ദ വജൈനയിലേക്കാണ് സെമൻ റിലീസാവുക. വജൈനയിലേക്ക് ഇൻസെമിനേഷൻ നടക്കുന്നു. ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേം മൂവ് ചെയ്യുന്നത് സെർവിക്സിലൂടെ കയറി ബോഡിയിലെത്തി ഫണ്ടസ് റീജിയനിലെത്തുമ്പോൾ 2 ഓവിഡക്റ്റിലേക്ക് പോകുന്നു. ആ ഓവിഡക്റ്റിലൂടെ പോയതിന് ശേഷം ആംപില്ല എന്ന് നമ്മൾ മാർക്ക് ചെയ്ത റീജിയൻ ഉണ്ടല്ലോ, ദ പോർഷൻ വിച്ച് വാസ് മാർക്ക്ഡ് ആസ് ആംപില്ല, ഈ ഭാഗമാണല്ലോ ആംപില്ല. ഈ ആംപുല്ല റീജിയനിൽ വെച്ചിട്ടാണ് എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ആവുക. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ആംപുല്ല റീജിയൻ. പഴയ NCERT-യിൽ ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ, ആംപുല്ലയുടെയും ഇസ്തമസിൻ്റെയും ജംഗ്ഷനിലാണെന്നുണ്ട്. പുതിയ NCERT-യിൽ ഇറ്റ് ഇസ് ആംപുലറി റീജിയൻ എന്ന് പറയുന്നു. സോ ഈ ആംപുല്ല റീജിയനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ആക്സസറി ഡക്റ്റ് സിസ്റ്റം ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഡയഗ്രാം വളരെ കൃത്യമായി നോക്കി വെക്കണം. എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഡയഗ്രാമാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം, ഇതേ സാധനം ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാംസ് ഫോളോ ചെയ്താലും മതി. സോ ദാറ്റ് ഈസ് അബൌട്ട് ആക്സസറി ഡക്റ്റ് സിസ്റ്റം ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ആക്സസറി ഡക്റ്റ് സിസ്റ്റം പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെർവിക്സിൻ്റെ കനാൽ, ഇതിനെയാണ് നമ്മൾ സെർവൈക്കൽ കനാൽ എന്ന് വിളിക്കുക. ഈ സെർവൈക്കൽ കനാൽ ഓപ്പൺ ചെയ്യുന്നത് വജൈനയിലേക്കാണ്. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ആയ ഒരു എൻഡോമെട്രിയത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. എൻഡോമെട്രിയം ഒരു ബ്ലഡ് ഫിൽഡ് ഹൈലി വാസ്കുലറൈസ്ഡ് ലെയർ ആണ്. ഒരു ഫുള്ളി ഡെവലപ്ഡ് എംബ്രിയോജനസിസ് നടക്കുന്ന സമയത്ത് ഒരു ബ്ലാസ്റ്റുല സ്റ്റേജിൽ അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലെത്തിയ എംബ്രിയോ വന്നിട്ട് ഈ എൻഡോമെട്രിയത്തിലാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ജസ്റ്റേഷൻ പീരീഡ് അവിടെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഫീറ്റസിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യണം. ആ എക്സ്പെൽ ചെയ്യുന്നത് ഈ സെർവൈക്കൽ കനാലിലൂടെയും വജൈനയിലൂടെയാണ്. അപ്പോൾ സെർവൈക്കൽ കനാൽ പ്ലസ് ദ വജൈന ടുഗെദർ, ദ സെർവൈക്കൽ അല്ലെങ്കിൽ സെർവിക്സ് പ്ലസ് വജൈന ഈസ് കോൾഡ് ദ ബർത്ത് കനാൽ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബർത്ത് കനാൽ എന്ന് വിളിക്കുക. സെർവൈക്കൽ കനാലാണ് ആക്ച്വലി. സെർവൈക്കൽ കനാൽ പ്ലസ് ദ വജൈന ഈസ് കോൾഡ് ദ ബർത്ത് കനാൽ. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതോടുകൂടെ നമ്മളുടെ ആക്സസറി ഡക്റ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ആക്സസറി ഗ്ലാൻസ്. ആക്സസറി ഗ്ലാൻസിനെ കുറിച്ചിട്ട് നമുക്ക് NCERT-യിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ പോലും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള പോലെ 3 ആക്സസറി ഗ്ലാൻസ് ആണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചത്. അപ്പോൾ 3 ആക്സസറി ഗ്ലാൻസ് ഏതായാലും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ആകെ ഒരു സിംഗിൾ ആക്സസറി ഗ്ലാൻഡ് ആണ്. ദാറ്റ് ഈസ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ഇത് NCERT-ൽ ഇല്ല, NCERT മെൻഷൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ഈ ബാർത്തോളിൻസ് ഗ്ലാൻഡ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഈസ് ഹോമോലോഗസ് ടു ദ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഓഫ് മെയിൽ. മെയിലിൻ്റെ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന് ഹോമോലോഗസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഈസ് റിലേറ്റഡ് ടു ലൂബ്രിക്കേഷൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ലൂബ്രിക്കേഷനെ സഹായിക്കുന്നു. അതേപോലെ ഇവിടെ ബാർത്തോളിൻസ് ഗ്ലാൻഡും വെസ്റ്റിബ്യൂളിനെ അല്ലെങ്കിൽ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത്. സോ ദാറ്റ്സ് അബൌട്ട് ദ ആക്സസറി ഗ്ലാൻസ്. ഇതിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. NCERT ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ,
So the next one is the external genitalia. The external genitalia of human female, ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്ന് പറയുന്നത് മെയിലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് ദ വൾവ ഓർ മെയിലിൻ്റെ കേസിൽ ഇറ്റ് വാസ് പെനിസ്. ഹിയർ ഇറ്റ് ഈസ് ദ ഫീമെയിൽ external genitalia is the vulva or pudendum. vulva or pudendum. ഈ വൾവ അല്ലെങ്കിൽ പ്യുഡൻഡത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫോളോയിങ് റീജിയൻസ് ആണ്. ഞാൻ ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് NCERT ഉള്ള ഡയഗ്രാം അല്ല, എന്നാൽ പോലും വൾവയുടെ സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. The first part is the mons pubis. Mons pubisൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫാറ്റി ടിഷ്യൂ. ഒരു ഫാറ്റി ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് പ്യൂബിക് ഹെയർ. അവിടെ എന്തുണ്ടാവും? പ്യൂബിക് ഹെയർസ് ഉണ്ടാവും. ദെൻ ദർ ഇസ് എ മീഡിയൻ ചാനൽ. ഒരു മീഡിയൻ ചാനലാണ് പിന്നെ വരുന്നത്. ദാറ്റ് മീഡിയൻ ചാനൽ ഈസ് ആക്ച്വലി കോൾഡ്, ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഭാഗം മോൺസ് പ്യൂബിസ് ആണ്. പിന്നെ വരുന്നത് മോൺസ് പ്യൂബിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു മീഡിയൻ ചാനലാണ്. മോൺസ് പ്യൂബിസ് കഴിഞ്ഞ് വരുന്ന മീഡിയൻ ചാനലിൻ്റെ നമ്മൾ വിളിക്കുക വെസ്റ്റിബ്യൂൾ എന്നാണ്. വി കോൾ ഇറ്റ് വെസ്റ്റിബ്യൂൾ വിച്ച് ഇസ് എ മീഡിയൻ ചാനൽ. ഒരു നടുവിലുള്ള ഒരു വിടവ് പോലുള്ളൊരു ഭാഗം. ആൻഡ് ദാറ്റ് മീഡിയൻ ചാനൽ ഈസ് സറൗണ്ടഡ് ബൈ 2 folds. 2 ഫോൾഡുകളാൽ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. The outer fold which is a thick fold is called labia majora. Labia majorയുടെ പ്രത്യേകത ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹെയർസ്. ആ ലാബിയ മേജോറയുടെ മുകളിൽ എന്തുണ്ടാവും? ഹെയർസ് ഉണ്ടാവും. ഇന്നർ ടു ദ ലാബിയ മേജോറയുടെ ഉള്ളിലായിട്ട് യു ക്യാൻ സീ ദർ ഇസ് എ തിൻ ഫോൾഡ് of tissue, and this thin fold of tissue or this thin fold is called labia minora. So ഈ വെസ്റ്റിബ്യൂളുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട 2 ടേംസ് ആണ് ലാബിയ മേജോറയും ലാബിയ മൈനോറയും. ആ ക്ലീവേജിനെ, വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ക്ലീവേജിനെ സറൗണ്ട് ചെയ്യുന്ന രണ്ട് ഫോൾഡുകളാണത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദർ ഇസ് എൻ ഓപ്പണിംഗ്. ദിസ് ഓപ്പണിംഗ് ഈസ് ദ യുറേത്ര. ഫീമെയിലിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന ഓപ്പണിംഗ് ആയ യുറേത്ര, ത്രൂ വിച്ച് ദ യൂറിൻ ഈസ് പാസ്ഡ് ഔട്ട്. ആൻഡ് after just below the urethra there is an opening called vaginal orifice. എന്ന് വെച്ചാൽ that is the mouth അല്ലെങ്കിൽ opening of the vagina. Okay, remember one more thing. ഒരു കാര്യം കൂടെ ഓർക്കുക. ഈ vaginal orifice-നെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് ദർ വിൽ ബി എ മെംബ്രെയിൻ. ഒരു മെംബ്രെയിൻ അതിനെങ്ങനെ ഭാഗികമായി കവർ ചെയ്യുന്നുണ്ടാവും. That partial covering is called hymen. ഓക്കെ, ഈ ഹൈമനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈമൻ ഈസ് യൂഷ്വലി ടോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ആദ്യത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഹൈമൻ പൊട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഹൈമൻ ടിയർ ആവാൻ. വിഗറസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹാർഡായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ഫീമെയിൽ ആണെങ്കിൽ യൂഷ്വലി ഹൈമൻ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് റിമെമ്പർ അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് ഹൈമൻ ടിയർ ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു സസ്പീഷൻ വരികയാണ്, ഈ ഫീമെയിലിന് ഓൾറെഡി ആരോ ആയി സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഫീമെയിൽ വിർജിൻ അല്ല എന്നുള്ള ഒരു വാദം ഉന്നയിക്കപ്പെടാറുണ്ട്. ആ വാദം ഉന്നയിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മളെപ്പോലുള്ള ആളുകളെ, നമ്മളുടെ ഇനിയത്തെ സൊസൈറ്റി നമ്മളാണ്, അപ്പോൾ ഇനിയത്തെ സൊസൈറ്റി അല്ലെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ട് NCERT കൃത്യമായി പറയുന്നു ഹൈമൻ ഈസ് നെവർ എൻ ഇൻഡിക്കേഷൻ ഓഫ്
വെർജിനിറ്റിയുടെ ഒരു തെളിവുമല്ല ഹൈമൻ. മാത്രവുമല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഹൈമൻ റീപ്ലാന്റേഷൻ സർജറി പോസിബിളാണ്. എന്ന് വെച്ചാൽ എത്ര സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്ന ഒരാൾക്ക് വേണമെങ്കിലും ഇത് റീപ്ലാന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നെവർ ഹൈമൻ ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് വെർജിനിറ്റി. ഒരു കാര്യം കൂടെ പറയാം. ദർ ഇസ് എ സ്ട്രക്ചർ ജസ്റ്റ് അബവ് ദ യുറേത്രൽ ഓപ്പണിംഗ്. ദർ ഇസ് എ സ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് ക്ലിറ്റോറിസ്. ഈ ക്ലിറ്റോറിസിൻ്റെ പ്രത്യേകത, ദി ക്ലിറ്റോറിസ് ഇൻ ഫീമെയിൽ ഈസ് ഹോമോലോഗസ് ടു ദ ഗ്ലാൻസ് പെനിസ് ഓഫ് മെയിൽ. മെയിലിൻ്റെ ഗ്ലാൻസ് പെനിസിന് ഹോമോലോഗസ് ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിറ്റോറിസ് ഈസ് ഓൾസോ കവേർഡ് ബൈ ഫോർസ്കിൻ. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്ത് ഫോർസ്കിൻ ഉള്ള പോലെ ക്ലിറ്റോറിസിനെയും കവർ ചെയ്തുകൊണ്ടുണ്ട് ഫോർസ്കിൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി ഓർക്കണം. ദ വൾവ അല്ലെങ്കിൽ പ്യൂഡൻഡം ഈസ് ദ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഓഫ് ഫീമെയിൽ. ദ വൾവ ഓർ പ്യൂഡൻഡം കൺസിസ്റ്റ് ഓഫ് mons pubis, അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, made up of fatty tissue, presence of pubic hair. Then the vestibule or the median channel which is surrounded by two folds, labia majora and labia minora. Then coming to hymen, which is a partial covering of the vaginal orifice, which is a thin membrane which is usually torn during the first sexual intercourse and it can never be considered as an indication of virginity. It is not an actual consideration to virginity of a female. Then the next one is the clitoris. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർക്കണം. എന്തിൽ? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഫീമെയിൽ പറയുമ്പോൾ. ക്ലിയർ ആണല്ലോ. ആൻഡ് ദെൻ ഇതോടുകൂടി ശരിക്ക് ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ തീരുകയാണല്ലേ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ 4 നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈമറി സെക്സ് ഓർഗൻ, ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻഡ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. എന്നാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തോട് ചേർത്ത് പറയേണ്ട ഒരു ഭാഗവും കൂടിയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ മാമറി ഗ്ലാൻഡ്. എന്തിനാണ് മാമറി ഗ്ലാൻഡ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഓവുലേഷൻ നടക്കുക, പിന്നെ ഫെർട്ടിലൈസേഷനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫീമെയിൽ ബോഡി. പിന്നെ ഫെർട്ടിലൈസേഷന് ശേഷം പ്രഗ്നൻസി, ജസ്റ്റേഷൻ ഉണ്ടാക്കുക, ജസ്റ്റേഷന് ശേഷം പാർച്യൂറേഷൻ, ഡെലിവറിക്ക് ശേഷം പുതിയതായി ജനിച്ചു വീഴുന്ന ഒരു കുട്ടി തീർത്തും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിൽ ഏറ്റവും നിസ്സഹായനായ ഒരു ജീവി മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ നിസ്സഹായനായി ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ അതിൻ്റെ ഒരു സെൽഫ് ഫീഡിങ് ഒക്കെ തുടങ്ങുന്നത് വരെ അതിൻ്റെ നറിഷ്മെൻറ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ചുമതലയാണ്. അത് അമ്മയുടെ ചുമതലയാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദേഴ്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് എ മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡ് മെയിലുണ്ട്, ബട്ട് ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് വി ക്യാൻ സീ ഇറ്റ് ഇൻ ദ മദേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽസ്. അപ്പോൾ ഈ മാമറി ഗ്ലാൻഡ് സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. സോ മാമറി ഗ്ലാൻഡ് 2 മാമറി ഗ്ലാൻഡ്, എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് ആണ് ഉള്ളത്. ഈച്ച് മാമറി ഗ്ലാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 15 to 20 mammary ലോബുകളാണുള്ളത്. ഈ മാമറി ലോബ് കൂടാതെ ആൻഡ് ഫാറ്റ്, രണ്ടാമത്തെ കമ്പോണൻറ്റ് ഫാറ്റാണ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ മാമറി ഗ്ലാൻഡിൽ യു ക്യാൻ സീ, ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു മാമറി ലോബാണ്. മാമറി ലോബ്. ദെൻ യെല്ലോ കളറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഫാറ്റാണ്. ഓക്കെ, ഇനി ഓരോ മാമറി ലോബിലും എന്താണുള്ളത് നമുക്ക് നോക്കണം. ഈച്ച് മാമറി ലോബ് കൺസിസ്റ്റ് ഓഫ് clusters of cells called mammary alveoli. There are clusters of cells called mammary alveoli. ഈ alveoli നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലോ. alveoli അല്ലെങ്കിൽ alveolus. എവിടെയാണ് നമ്മൾ alveoli അല്ലെങ്കിൽ alveolus പഠിച്ചത്? റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടാണ് alveoli അല്ലെങ്കിൽ alveolus പഠിച്ചത് അല്ലേ? അപ്പോൾ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച alveoli അല്ലെങ്കിൽ alveolusൻ്റെ പ്രത്യേകത നമുക്കറിയായിരുന്നു. ഇങ്ങനെ ഒരു എയർ സാക്ക് പോലെ ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് സെല്ല് വെച്ചിട്ട് ഒരു എയർ സാക്ക് ആയിരുന്നു. എന്നാൽ ഇവിടെ ഇതേപോലെയുള്ള സാക്ക് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തല്ല ഉള്ളത്? ഇതിലുള്ള സെല്ലുകളുടെ പ്രത്യേകത, ഇതിനെ സറൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ആൽവിയോളായി രൂപപ്പെട്ടിരിക്കുന്ന സെല്ലുകളുടെ പ്രത്യേകത മിൽക്ക് സെക്രീറ്റിംഗ് സെല്ലാണ്. സോ മാമറി ആൽവിയോളയെ
ിലുള്ള സെല്ലുകൾ മാമറി അൽവിയോളയിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദ സെക്രീറ്റ് മിൽക്ക്. ഈ സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ഈ ആൽവിയോളയുടെ ല്യൂമൻ ഉണ്ടല്ലോ, ഈ ല്യൂമനിലാണ് സ്റ്റോർ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ സെല്ലുകളൊക്കെ ഇതിനകത്തേക്ക് മിൽക്ക് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ ആൽവിയോളതിൻ്റെ ല്യൂമൻ ഫില്ലാവുമല്ലോ. ആ ഫില്ലായതിനു ശേഷം എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലായതിനു ശേഷം ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാമറി ആൽവിയോളതിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നു, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ ല്യൂമനിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ല്യൂമനിൽ സ്റ്റോർ ചെയ്ത മിൽക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് വരണമല്ലോ. അപ്പോൾ ഈ മാമറി ആൽവിയോളസിന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡക്റ്റ് പോലൊരു സാധനം ഉണ്ടാവും. ഈ ഡക്റ്റ് പോലുള്ള സാധനത്തെ നമ്മൾ വിളിക്കുക മാമറി ട്യൂബ്യൂൾസ് എന്നാണ്. മാമറി ട്യൂബ്യൂൾസ്. ഈ മാമറി ട്യൂബ്യൂൾസ് ഒരുപാട് അൽവിയോളായി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാമറി ട്യൂബ്യൂൾസ് ഒക്കെ കൂടെ ജോയിൻ ചെയ്ത്, ഇതൊക്കെ മാമറി ട്യൂബ്യൂൾസ് ആണ്. മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഫോം എ സ്ട്രക്ചർ കോൾഡ് മാമറി ഡക്റ്റ്. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ നിന്നൊരു മാമറി ഡക്റ്റ് പുറത്തേക്ക് വന്നു വിചാരിച്ചോ. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ആ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഈ മാമറി ഡക്റ്റുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു വൈഡർ ആയിട്ടുള്ള വീതി കൂടിയ ഒരു ട്യൂബുലർ സ്ട്രക്ചറിലേക്ക് അത് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാമറി ആംപ്യുല എന്നാണ്. മാമറി ആംപ്യുല. Then mammary ampulla opens into another duct called lactiferous duct. ഈ ലാക്ടിഫറസ് ഡക്റ്റിലൂടെയാണ് എന്ത് ചെയ്യുക, മിൽക്കിനെ പുറത്തേക്ക് സക്ക് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ കുട്ടി സക്ക് ചെയ്യുന്നത് ഒരു മദറിൻ്റെ ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡിൻ്റെ നിപ്പിളായിരിക്കും. ഈ നിപ്പിളിൻ്റെ പ്രത്യേകത, നിപ്പിളിന് ചുറ്റും ഒരു ഡാർക്കൻഡ് പോർഷൻ ഉണ്ട്. ദ ഡാർക്കൻഡ് പോർഷൻ ഈസ് കോൾഡ് എരിയോള. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എരിയോളയുടെ പ്രത്യേകത, എരിയോള ഈസ് റിച്ച് ഇൻ നെർവ് സപ്ലൈ. ഈ എരിയോളയിലേക്ക് നെർവ് സപ്ലൈ കൂടുതലാണ്. കൂടുതലായതുകൊണ്ട് തന്നെ കുട്ടി സക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ നെർവിലൂടെ ഇമ്പൾസ് നെർവസ് സിസ്റ്റത്തിലേക്ക് പോവുകയും നെർവസ് സിസ്റ്റത്തിൽ നിന്ന് അത് നെർവസ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻ്റ് ആണല്ലോ ഹൈപ്പോതലാമസ് അപ്പോൾ തന്നെ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോണിനെ റിലീസ് ചെയ്യുകയും മദറിൻ്റെ പിറ്റ്യൂട്ടറിൽ അത് വന്ന് ആക്ട് ചെയ്യുമ്പോൾ മദറിൻ്റെ പിറ്റ്യൂട്ടറി പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊലാക്റ്റിൻ വന്നിട്ട് ബ്ലഡിലൂടെ വന്നിട്ട് ഈ മാമറി ആൽവിയോളയിലുള്ള സെല്ലുകൾക്ക് സ്റ്റിമുലസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ മിൽക്ക് സെക്രീഷൻ നടക്കുന്നു. ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കണമെങ്കിൽ സാധാരണഗതിയിൽ പശുവിനെ കറക്കുന്ന ഒരു സീന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. ഇപ്പോൾ ഉള്ള മെഷീൻ ഉപയോഗിച്ചുള്ള കറക്കലല്ല, സാധാരണഗതിയിൽ പശുവിനെ കറക്കുന്ന ഒരു രീതി. രാവിലെ പോയി എണീറ്റ് പശുവിൻ്റെ അകിടൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരിട്ട് കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പശുക്കുട്ടി അഴിച്ചുവിടും. പശുക്കുട്ടി വന്ന് സക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, നിപ്പിളിൽ സക്ക് ചെയ്യുമ്പോൾ നെർവ്സ് വഴി മെസ്സേജ് ബ്രെയിനിലേക്ക് പോകും. അവിടെ നിന്ന് ഹൈപ്പോതലാമസിൻ്റെ ഇടപെടൽ കാരണം എന്ത് ചെയ്യുന്നു, പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യും. ദറ്റ് ഗോ ആൻഡ് ആക്ട് ഓൺ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അടിക്കും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊലാക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മദറിൻ്റെ ബ്ലഡിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായും ഈ സെൽസ് എന്ത് ചെയ്യും, ആൽവിയോളയുള്ള സെൽസ് മിൽക്ക് സെക്രീറ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ കുട്ടി കുടിച്ചു തുടങ്ങുമ്പോൾ കുട്ടി ഇങ്ങനെ വാലാട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, പാല് കിട്ടി തുടങ്ങി. നമ്മൾ പശുക്കുട്ടിയെ വലിച്ചു കെട്ടും, കറന്നെടുത്തതിന് ശേഷം വീണ്ടും പശുക്കുട്ടി എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ പാല് നിൽക്കും. അപ്പോൾ പശുക്കുട്ടിയെ വീണ്ടും അഴിച്ചിടും, പശുക്കുട്ടി കുടിക്കും. ദിസ് പ്രോസസ് വിൽ റിപ്പീറ്റ്. അങ്ങനെ നമ്മൾ കറന്നെടുക്കും. സോ സിമിലർലി ഹ്യൂമൻ കേസിലും കുട്ടി സക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് മാമറി ഗ്ലാൻഡ്. സോ ദാറ്റ് ഈസ് when you learn female reproductive system, you have to learn mammary gland associated with that. Okay, അപ്പോൾ അത്രയുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം.